ഹലോ, വെൽക്കം ടു മൈ ചാനൽ ട്രേഡ് ആൻഡ് വിൻ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ടു കൺസിഡർ ടു ഫോളോ, ലൈക്ക് ആൻഡ് ഷെയർ ദ കണ്ടന്റ്. നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് പെർഫോമൻസിനെ കുറിച്ചും US ഇറാൻ വാറിൻ്റെ റീസെൻറ്റ് അപ്ഡേറ്റ്സും കൂടാതെ ഗ്ലോബൽ ഇൻഡിക്കേറ്റേഴ്സ് നാളത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ എങ്ങനെയാണ് പോസിബിളി എഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നുമാണ് നോക്കാൻ പോകുന്നത്. ആദ്യം ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിംഗ് 222 പോയിൻറ്റ്സ് ഡൗൺ ആയാണ് സംഭവിച്ചത്. നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 23,775 പോയിൻറ്റ്സിലാണ്. സെൻസെക്സ് എക്സ്പയറി കൂടിയായിരുന്നു 9th April. 931 പോയിൻറ്റ്സ് ഡൗണിൽ 76,631 സെൻസെക്സ് ക്ലോസ് ആവുന്നത്. സീസ് ഫയർ വയലേഷനും സംഭവിച്ചതുകൊണ്ട് തന്നെ മാർക്കറ്റിന് അത് ബാധിക്കുകയും പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. വോളറ്റൈൽ ആയിട്ടുള്ളൊരു മാർക്കറ്റാകാം ഇനി അങ്ങോട്ട് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാർക്കറ്റിൽ നിന്നും സെല്ലിംഗ് പ്രഷർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. കാരണം ഇത്രയും വലിയൊരു ബൂസ്റ്റിന് ശേഷം അതിനുള്ള സാധ്യത നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ മാർക്കറ്റ് അവസാനിക്കുമ്പോൾ 23,775 നിൽക്കുന്നതെങ്കിൽ മാക്സിമം ഇറ്റ് ക്യാൻ ഗോ ടു 23,850. 23,850 വരയ്ക്കും അത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ഇന്നൊവേറ്റബിൾ ആയിട്ടുള്ളൊരു ഡൗണിനും ചാൻസ് നമുക്ക് കാണാൻ കഴിയും. 23,800 എന്ന് പറയുന്നൊരു നമ്പറിന് താഴെ നിഫ്റ്റി ബ്രേക്ക് ആവുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം 23,775 അത് ഒരു ഡൗൺ ട്രെൻഡിനുള്ള ഒരു സൂചനയാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൺലി 25 പോയിൻറ്റ്സ് ഡൗൺ ആൻഡ് അത് പ്രോഫിറ്റ് ബുക്കിംഗ് കാരണവും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിംഗ് ഡേ അതിന് ശേഷമുള്ള ഒരു കൂളിംഗ് ഫേസ് ആയിട്ടും കണക്കാക്കാം. അപ്പം നമുക്കതൊരു ഡൗൺ ട്രെൻഡ് ആണെന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല.